അശ്ലീല സന്ദേശം അയച്ചെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. നേതൃത്വം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചത്. നിയമവിരുദ്ധമായ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുള്ള അഭ്യർത്ഥന, എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടെന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും. വിവരങ്ങളുമായി KR സാജു ചേരുകയാണ്. സാജു, ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. നാണം കെട്ട രാജി എന്ന് തന്നെ പറയേണ്ടി വരും. അതുണ്ടാകും എന്ന് രാവിലെ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. ഏറ്റവും ഒടുവിൽ കൃത്യം 1:30 ഇതാ രാജിവെച്ചിരിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കുറ്റം ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ പാർട്ടിക്ക് വേണ്ടിയാണ് രാജി എന്നാണ് പറയുന്നത്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് പൊതുജനത്തിന് വ്യക്തമായി തന്നെ അറിയാം. പക്ഷെ അപ്പോഴും അവസാന നിമിഷവും ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയല്ലേ? അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കാൻ എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം കുറ്റങ്ങൾ ഏറ്റുകൊണ്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ജനപ്രതിനിധി എന്ന കാര്യത്തിൽ തുടരാൻ ധാർമ്മികമായി കഴിയുമോ എന്ന ചോദ്യം കൂടി ഉയരുകയും അത് രാഹുൽ മാങ്കൂട്ടത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ ഇത്തരം ഒരു പ്രതിച്ഛായ ബിൽഡിംഗ് നടത്തിക്കൊണ്ട് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് യഥാർത്ഥത്തിൽ രാജിവെക്കാൻ കഴിയുകയുള്ളായിരുന്നു. അതായത് തന്റെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണം തനിക്ക് നേരെ ഉയർന്നിരിക്കുന്നു. ആ ആരോപണങ്ങൾ ഒന്നും നിയമപരമായി നിലനിൽക്കില്ലെങ്കിൽ പോലും അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ താൻ സ്ഥാനം ത്യാഗം ചെയ്തുകൊണ്ട് ഒരു രക്തസാക്ഷിത്വ പദവിയിലേക്ക് കൂടി കടന്നു പോകുന്നു എന്ന് വരുത്താനാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് ശ്രമിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് ഹൈക്കമാൻഡിന്റെ കടുത്ത നിലപാടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. കാരണം ഹൈക്കമാൻഡിന് മുന്നിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില പരാതികൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നടിയുടേതായ ചില വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ തന്നെ ഇന്നലെ സംഭവിക്കുന്നത്. അപ്പോഴേക്കും കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവമായി കാണണം എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇത് സംബന്ധിച്ച കർശനമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ. ഗൗരവമായ ആരോപണം ഉയർന്നിരിക്കുന്നു, ഗൗരവമായ പരാതി വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി സംഭവിച്ചത്. ആ രാജി സമർപ്പിക്കുമ്പോഴും അദ്ദേഹം രാജിവെച്ചു എന്ന വാർത്തകളെ ആദ്യം തള്ളുന്നു. അതിനുശേഷം പറയാനുള്ളതെല്ലാം വിശദീകരിച്ച ശേഷം ഇപ്പോൾ രാജിവെക്കുന്നു എന്ന പ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഗതികെട്ടുള്ള പടി ഇറക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നതിൽ നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. അതിലേക്ക് നയിച്ചത് ഏറ്റവും അതിശക്തമായ നിലപാട് ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് പദവി രാഹുൽ മാങ്കൂട്ടത്ത് ഒഴിയാൻ ആവശ്യപ്പെടാനുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഈ രാജി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പല ഘട്ടങ്ങളിലും പലവിധ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും
സംരക്ഷണ കവചം തീർത്ത നേതാക്കൾ ആരും ഇത്തവണ ഒപ്പമുണ്ടായിരുന്നില്ല. വി.ഡി. സതീശൻ തന്നെ കൈവിടുന്നതാണ് നമ്മൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കണ്ടത്. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. പദവിയിൽ രാഹുൽ മാങ്കൂട്ടം തുടരുന്ന ഓരോ നിമിഷവും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കും എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ രമേശ് ചെന്നിത്തല അറിയിച്ചത്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന അച്ചടക്ക സമിതിയുടെ ചെയർമാൻ തന്നെ വന്നു നിന്നു പറഞ്ഞത് പരാതികൾ ആക്ഷേപങ്ങൾ ഗൗരവമുള്ളതാണ്, പൊതുപ്രവർത്തകർക്ക് മേൽ ഉയരാൻ പാടില്ലാത്ത ആക്ഷേപം എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. താനായിരുന്നു അധ്യക്ഷ സ്ഥാനത്തെങ്കിൽ ഇതിനു മുമ്പേ തീരുമാനമുണ്ടാകുമായിരുന്നു എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. ഇങ്ങനെ നേതാക്കൾ ഒന്നടങ്കം വന്ന് പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് ശേഷമുള്ള നാണം കെട്ടുള്ള രാജിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റേതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നത്. അതിന്റെ ആധികാരികതയെ രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചെയ്യുന്നത് പോലും വളരെ ദുർബലമായ രീതിയിലാണ്. ഇക്കാലത്ത് ആർക്കാണ് ഇതുണ്ടാക്കാൻ കഴിയാത്തത് എന്ന രീതിയിലാണ്. അല്ലാതെ ഇത് വ്യാജമാണ് എന്നും അതിനാൽ താൻ നിയമ നടപടിയെടുക്കും എന്നും ആർജവത്തോടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ പലതും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നത് വ്യക്തമാണ്. എന്തൊക്കെയായിരുന്നു വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റേത് എന്ന് നോക്കാം. ലിജോ റോളൻസ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ലിജോ, ഈ ആരോപണങ്ങൾക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള തെളിവുകളോട് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി? പത്തനംതിട്ട അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് സമീപത്താണുള്ളത്. ഇവിടെയായിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. രാഹുലിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ, പാർട്ടിയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ എപ്പോഴും ഒപ്പം നിർത്തി സംരക്ഷിച്ച നേതാക്കൾ ഒന്നടങ്കം, പാർട്ടിയും നേതാക്കളെല്ലാം തന്നെ ഒന്നടങ്കം കൈയൊഴിഞ്ഞതോടുകൂടിയാണ് ഗത്യന്തരമില്ലാതെ ഒരു രാജി വെച്ച്, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി, അതായത് ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ, അതായത് താൻ പറയാൻ വന്ന കാര്യം ആദ്യം പറയട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ നിരവധി കാര്യങ്ങൾ ചോദിക്കാനുള്ളത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ രാഹുലിൻ്റെതായിട്ട് വരുന്ന വാദങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഏതെങ്കിലും ഒരു പരാതി തനിക്കെതിരെ ഇതുവരെ ഉയർന്നു വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പരാതി തനിക്കെതിരെ ഉയർന്നു വന്നാൽ അതിനെ നിയമപരമായി നേരിടാൻ താൻ തയ്യാറാണ്. നീലപ്പെട്ടി വിവാദം വന്നു, ഒപ്പം തന്നെ തനിക്കെതിരായിട്ട് നിരവധി വ്യാജ ID കാർഡ് ആരോപണമുണ്ടായി. ഈ ആരോപണങ്ങളെല്ലാം തന്നെ പരാതികളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തനിക്കെതിരെ അത്തരത്തിലൊരു പല ആരോപണങ്ങൾ വന്നപ്പോൾ ഒന്നും തന്നെ കേസെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും വെറുതെ ആരോപണങ്ങൾ മാത്രമാണ് വരുന്നത്. മാധ്യമങ്ങൾക്ക് മേലാണ് രാഹുൽ പല കുറ്റങ്ങളും കെട്ടിവയ്ക്കാൻ ശ്രമിച്ചത്. അതായത് ചില മാധ്യമ സ്ഥാപനങ്ങൾ തനിക്കെതിരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ്. അതിനെയൊക്കെ, അതായത് തനിക്ക് അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് പറയുന്നു. പക്ഷേ നേരത്തെ സാജു പറഞ്ഞതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ, ഈ ഓഡിയോ ക്ലിപ്പ് വരുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുൾപ്പെടെ പുറത്ത് പറയുന്ന സാഹചര്യത്തിൽ ആർക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനായിട്ട് രാഹുൽ തയ്യാറാകുന്നില്ല. മറിച്ച് ആരെങ്കിലും തനിക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് താൻ നിയമപരമായി നേരിട്ട് കൊള്ളാം, തന്റെ നിരപരാധിത്വം തെളിയിക്കാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ രാജിവെച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നു. അതിനെയൊക്കെ താൻ രാജിവെച്ചിട്ടില്ല, തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. 1:30 അതായത് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന സമയത്താണ് താൻ ഈ രാജിവെക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. അതും അതായത് താൻ തെറ്റല്ല, തനിക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ നിൽക്കാതെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ ഓരോ ആരോപണങ്ങൾ വരുന്ന സമയത്തും അതിനെയൊക്കെ തന്നെ കൃത്യമായൊരു മറുപടി നൽകാൻ, എന്തുകൊണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടിയില്ല. മാത്രമല്ല, ഈ ഓഡിയോ ക്ലിപ്പ് സംബന്ധിച്ച് ചോദിക്കുന്ന സമയത്ത് അത് വ്യാജമാണെന്ന് പറഞ്ഞത് തള്ളിപ്പറയേണ്ടുള്ള ഒരു ആർജവും പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും തനിക്ക് ചില ആരോപണങ്ങളൊക്കെ, അതായത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കുക മാത്രമാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഒരു രാജിയിലേക്ക് എത്തിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, രാഹുലിന്റെ ഒരു വളർച്ച ഗ്രാഫ് എന്ന് പറയുന്നത് പൊടുന്നനെയുള്ളതായിരുന്നു. വളരെ പാർട്ടി സജീവമായി വരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. ആ സമയത്തെല്ലാം തന്നെ സംരക്ഷണം ഒരുക്കി ഒപ്പമുണ്ടായിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വി.ഡി. സതീശൻ സംരക്ഷണം ഒരുക്കിയ ഓരോ കാര്യത്തിലും, ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെയും രാഹുലിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ പൂർണ്ണമായിട്ടും ഇന്ന് കൈവിട്ടു. കാരണം ഇത്തരത്തിലൊരു ആരോപണം ഈ
ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നാൽ കാരണം സംസ്ഥാന സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ചർച്ചകളിലേക്ക് വന്ന് ആഞ്ഞടിക്കുന്ന ഒരു ഫയർ ബ്രാൻഡ് രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. ഞാൻ ലിജോയിലേക്ക്